ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മേൽക്കോ ചൂസ് ചെയ്തതെന്ന്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് PMAYG ഗുണഭോക്തൃ സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ഷാബിറ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് PMAYG ഗുണഭോക്തൃ സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ഷാബിറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതിൽ 60% കേന്ദ്ര ഗവൺമെന്റ്, 40% ഏത് സംസ്ഥാനത്താണോ ഈ വീട് അനുവദിക്കുന്നത് ആ സംസ്ഥാന ഗവൺമെന്റും അനുവദിച്ചുകൊണ്ട് 1,20,000 രൂപ വീട് വയ്ക്കുന്നതിന് വേണ്ടി നൽകുക എന്നുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ 1,20,000 രൂപ കൊണ്ട് ഒരു വീട് വെക്കുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. കേരളത്തിൽ ഭവന പദ്ധതികൾക്ക് നൽകുന്നത് 4 ലക്ഷം രൂപയാണ്. അത് ലൈഫ് ഭവന പദ്ധതിയാണെങ്കിലും PMAY ഭവന പദ്ധതിയാണെങ്കിലും ഒരു ഗുണഭോക്താവിന് നൽകുന്നത് 4 ലക്ഷം രൂപയാണ്. ഈ 4 ലക്ഷം രൂപയുടെ ഓരോ വിഹിതവും എങ്ങനെയാണെന്ന് ഇവിടെ കൃത്യമായി കൊണ്ട് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചു തന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ 1,20,000 രൂപ എന്നുള്ളത് 48,000 രൂപ അതത് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിലേക്ക് അടച്ചതിന് ശേഷം 4 ഗഡുക്കളായിട്ട് നമുക്ക് വീട് വയ്ക്കുന്നതിന് നൽകുക എന്നതാണ്. അത് മാത്രം നൽകിയാൽ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വീട് വെക്കാൻ കഴിയില്ല എന്നുള്ളത് കേരള ഗവൺമെന്റിന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പദ്ധതിയെ പഞ്ചായത്തുകളുടെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും ഒക്കെ വിഹിതം സ്വരൂപിച്ചുകൊണ്ട് 4 ലക്ഷം രൂപയിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മൾ ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുകുട്ടി എടത്തുൾ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ PP ഉണ്ണികൃഷ്ണൻ, ഷൈമ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PTM ഫിറോസ്, K. ബിന്ദു, P. പ്രസന്ന, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ KP സുപ്രഭ, എക്സ്റ്റൻഷൻ ഓഫീസർ ഹൌസിംഗ് TB ഷിജു, ജോയിന്റ് BDO CP അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ജനറൽ വിഭാഗത്തിൽ 78 പേർക്കും SC വിഭാഗത്തിൽ 30 പേർക്കുമാണ് വിഹിതം നൽകിയത്. ആകെ 109 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. PMAY ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ സാമ്പത്തിക വർഷവും ജനറൽ വിഭാഗത്തിൽ ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് അടുത്ത സാമ്പത്തിക വർഷത്തോടെയും വീട് നൽകുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ അറിയിച്ചു.